മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് വെറും 30 വീടുകൾ മാത്രമാണ്. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400-ലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അപ്രത്യക്ഷമായി. ഇവിടെ എത്തിയ രക്ഷാപ്രവർത്തകർക്ക് ചുറ്റും മണ്ണും കല്ലുമല്ലാതെ ഒന്നുമില്ല. കാലുവെച്ചാൽ താഴ്ന്നു പോകും. മേൽക്കുര നീക്കി കോൺക്രീറ്റ് പൊളിച്ചു വേണം ഓരോ വീട്ടിലുമുള്ള മനുഷ്യരെ പുറത്തെടുക്കാൻ. മുണ്ടക്കൈയിൽ സംയുക്ത സംഘം രാവിലെ മുതലേ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ഹെലികോപ്റ്ററിൽ പുറത്തെത്തിക്കും. ജീവന്റെ തുടിപ്പുകളൊന്നും മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താനായിട്ടില്ല. ചൂരൽമലയെയും മുണ്ടക്കൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം രക്ഷാപ്രവർത്തനത്തിന് പുതുവേഗം നൽകി. ഇപ്പോൾ സൈന്യം അവിടെ ബെയിലി പാലം നിർമ്മിക്കുകയാണ്. ഇതോടെ വാഹനങ്ങൾക്ക് മുണ്ടക്കൈയിലേക്ക് പോകാനാകും. JCB അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. രക്ഷാപ്രവർത്തനത്തിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത വെല്ലുവിളി നിറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ബെയിലി പാലം അനിവാര്യമാകുന്നത്. വലിയ വാഹനങ്ങൾ പോകാൻ ഉതകുന്ന തരത്തിലാകും ബെയിലി പാലം നിർമ്മിക്കുക. മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിന്റെ കോൺക്രീറ്റും റൂഫും നീക്കം ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ മണ്ണിനടിയിൽ കുടുങ്ങിയവരിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത്യാധുനിക ഉപകരണങ്ങൾ അനിവാര്യതയാണ്. ഓരോ വീട്ടിലും സ്ലാബിന്റെയും കട്ടിളയുടെയും ഇടയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. വീടുകളുടെ മേൽക്കൂരയടക്കം ചെളിയിൽ അമർന്നു. ചിലയിടത്ത് വീടുണ്ടായിരുന്നുവെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം എല്ലാം തുടച്ചു മാറ്റപ്പെട്ടു. ചെളിയിൽ പുതഞ്ഞ വീട്ടിനുള്ളിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. അതിനുശേഷമാകും തുടർ രക്ഷാപ്രവർത്തനം. ഒരു ഗ്രാമം അപ്പാടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ കാഴ്ചയാണ് മുണ്ടക്കൈയിൽ കാണാൻ സാധിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിലേക്കായി ബെയിലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളുമായി 11 മണിയോടെ പ്രത്യേക വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. 18 ലോറികൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നീട് അവ റോഡ് മാർഗം വയനാട്ടിലെത്തിക്കും. ബെയിലി പാലം നിർമ്മിക്കാൻ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കും. പാലത്തിനു വേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് സൈന്യത്തിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതിനിടെ ചാലിയാറിൽ നിന്നും 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ 98 പേരെയാണ് കാണാതായത് എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. 4 സംഘങ്ങളിലായി 150 സൈനികരാണ് ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. ഏഴിമല നാവിക അക്കാദമിയിലെ 60 സംഘം രക്ഷാപ്രവർത്തനത്തിന് ചൂരൽമലയിലെത്തിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് കമാൻഡന്റ് ആശീർവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. 45 നേവികർ, 5 ഓഫീസർമാർ, 6 ഫയർ ഗാർഡ്സ്, ഒരു ഡോക്ടർ തുടങ്ങിയവരാണ് സംഘത്തിൽ ഉൾപ്പെടുന്നത്. വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും അട്ടമല ഭാഗത്തുമുണ്ടായ ഉരുൾപൊട്ടൽ രാജ്യത്തെയാകെ നടുക്കിയതാണ്. കനത്ത മഴയ്ക്കിടെയുണ്ടായ ഉരുൾപൊട്ടൽ ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയെന്ന് തന്നെ പറയാൻ കഴിയും.